ഹലോ, നമുക്ക് ഇന്ന് ഒരു കുഞ്ഞു ട്രിപ്പ് പോയാലോ? വേറെ എവിടത്തേക്കല്ല, നമ്മളെ കണ്ണൂർ ഫെയർ നടക്കുന്നുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി യാത്ര. വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് നമ്മളെ പോലീസ് മൈതാനത്തേക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് കാണിച്ചിട്ടില്ല, പക്ഷെ നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മൾ മൈജീൻ്റെ മുമ്പിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു മൈജി. നമ്മുടെ പോലീസ് മൈതാനം വരുന്നത് അവിടെയാണ് എല്ലാ വർഷവും കണ്ണൂർ ഫെയർ നടക്കാറുള്ളത്. അപ്പോൾ പറയുന്നത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടോളം പോകുന്നവരെ കുറേ നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക് ഉണ്ട്, കുറേ വണ്ടികൾ നിരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ മരത്തിൻ്റെ മേലേക്ക് നല്ല ലൈറ്റൊക്കെ ആയിട്ട്, മതിലിൻ്റെ മേലെയും ഒക്കെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ കണ്ണൂർ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത്. പിന്നെ ഫെയർ നടക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫെയർ നടക്കുന്ന പോലീസ് മൈതാനത്തെത്തി. ഇവിടെ പാർക്കിംഗ് ഇല്ല, കാരണം അവിടെ ഓൾറെഡി വണ്ടിയൊക്കെ വെച്ചത് ഫുള്ളായിട്ട് അതുണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന് നമ്മുടെ ഫെയറിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടെ ഏൻ്റി ആപ്പനും കൂടി വരുന്നുണ്ട്. അപ്പം അവർ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വരിക ചെയ്യുക. പിന്നെ അവർക്കും കൂടി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മളെ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ വാട്ടർഫോൾസിൻ്റെ അവിടത്തേക്കൊക്കെ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസുകളിൽ ഒന്നായിട്ടുള്ള നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയ മാതൃക നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. രാത്രിക്ക് ഡി ജെ വാട്ടർഫോൾസൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാനഡയും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിൽ അന്തർദേശീയ തലത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് കുറിപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി. പിന്നെ നമ്മൾ വീണ്ടും ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ വാട്ടർഫോൾസിൻ്റെ പേര് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ മറന്നു പോയിട്ടാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാട്ടർഫോൾസിൽ നിന്ന് നല്ല രീതിക്ക് കളിക്കാനൊക്കെ പറ്റും നന്നിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ പോകില്ലേ, കടലിറങ്ങി പോകുന്ന പോലെ അതിന് താഴേക്ക് ഹോൾസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അത് താഴേക്ക് പോകും, ഇങ്ങനെ കെട്ടിക്കിടക്കൂല. നല്ല രസമുണ്ടായിരുന്നു. ഞാനും ദൈവമൊക്കെ അവിടെ നിന്ന് കുറേ നേരം കളിച്ചു. പിന്നെ ഓണായതുകൊണ്ട് തന്നെ സൈഡിൽ മാവേലിയും ഒക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ ഞാൻ വീടിന് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ സമയമാകുമ്പോഴത്തേക്കിലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കിലും ഏൻ്റി ആപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവനെയും പിള്ളേരെയൊക്കെ തട്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി. അവർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഏൻ്റി ആപ്പൻ. പിന്നെ നമ്മൾ അവരോട് വരാൻ വേണ്ടി പറ്റും, അങ്ങനെ അവർ വരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കുറേ ബേഡ്സിനെയും ഇതുവരെ കാണാത്ത കുറേ പക്ഷികളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസവും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ ആർട്ടിഫിഷ്യലായിട്ട് മരമൊക്കെ വെച്ചിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. കുറേ പക്ഷി ഇങ്ങനെ പറന്ന് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ ഇത് പുറത്ത് പോകില്ലെന്നായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ മുമ്പോട്ട് പോയപ്പോഴാണ് സൈഡിൽ ഇങ്ങനെ ബേഡ്സിനൊക്കെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലൊക്കെ പോയാൽ കാണില്ലേ, ബേഡ്സിനെയും ഓന്തിനെയും പിന്നെ നമ്മൾ പാമ്പിനെയൊക്കെ വെച്ച് കൊടുക്കുന്നത് അതേപോലെ ഉണ്ടായിരുന്നു. പിന്നെ പാമ്പിനൊക്കെ വെക്കാൻ എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ടാണ് ഞാനൊരു പക്ഷിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് എന്നിട്ടും നല്ല പേടിയുണ്ടായിരുന്നു അതിനെ അത് കൈമിൽ വെച്ചപ്പോൾ.
ഫസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പയ്യെ 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 കൈമേൽ നടന്ന് നേരെ ഷോൾഡറിൽ കയറി. പിന്നെ അടുത്ത ആളായിട്ട് ഒരു 100 രൂപക്ക് 3 ഫോട്ടോസാണ് എടുക്കാൻ പറ്റുക. അപ്പം നമ്മൾ 3 ആളും കൂടി അതെടുത്തു. ഇവന് പിന്നെ പക്ഷി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ പക്ഷി എന്ന് പറഞ്ഞിട്ട് അതിനെ തൊട്ടുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് പിന്നെ അതിൻ്റെ ബാക്കി പോർഷൻസൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോയി. അവിടെ റോബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡോഗ് റോബോട്ട് എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു ചേട്ടനായിരുന്നു അതിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ എല്ലാവർക്കും ഷൈക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ടേപ്പ് കമ്പനിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഷൈക്കാൻ്റെയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ സൈഡിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നിറഞ്ഞി കളിച്ച്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആ ഊഞ്ഞാലിങ്ങനെ ആടുമ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ അനങ്ങും. പക്ഷേങ്കിൽ അവിടെ നിന്ന് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി. അവിടെ ഒരു ഫർണിച്ചറിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ഇവർ അവിടെ ഉണ്ടായിരുന്നു കടക്കൽ ചെരുപ്പൊക്കെ ഇരിച്ച് കയറി കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഓണറും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്നാക്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്കാണ് പോയിരുന്നിട്ടുണ്ടായിരുന്നു. കുറേ വെറൈറ്റി സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു പൊട്ടറ്റോ ചിപ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പൊട്ടറ്റോ ചിപ്സ് എന്ന് പറഞ്ഞാൽ നേരിയൊരു കപ്പക്കൊള്ളിയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തേത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലത്തെ കുറേ ചന്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നും വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പേഴ്സിൻ്റെ. പിന്നെ അവിടെ നിന്ന് പോയപ്പോൾ അടുത്തത് എന്തോ ക്യാൻഡീസിൻ്റെ ഒരു സെക്ഷനായിരുന്നു കാണാൻ വേണ്ടി. ഒരു സെക്ഷനുള്ള ഷോപ്പ്. നല്ല കുറേ ക്യാൻഡീസ് ഉണ്ടായിരുന്നു. വലിയതിന് 30 രൂപയായിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരു ക്യാൻഡിയും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അവിടത്തേക്ക് പോകുമ്പോൾ തന്നെ കുറേ തിന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ചിപ്സ് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ പകുതിയും മുക്കാലും തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിപ്സ്. കുറേ വെറൈറ്റീസ്, പണ്ടത്തെ മോഡലും ഇപ്പോഴത്തെ മോഡലൊക്കെ ആയിട്ടുള്ള കുറേ വെറൈറ്റി എന്താ പറയുക ക്യാൻഡീസ് ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് അച്ചാറിൻ്റെ ആയിരുന്നു. അച്ചാറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ അതിന് ശേഷം ഒരു ആയുധം വെച്ചുള്ള കളി എന്ന് പറയാം. നിരത്തി കുറേ കത്തികൾ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഗ്ലോസറി ഐറ്റംസൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. വീട്ടിൽ ആവശ്യമായിട്ടുള്ള സ്പ്രേ ബോട്ടിൽസ്, കത്തി, മറ്റേ നമ്മളെ കയ്യിൽ ഇതൊക്കെ പറയുന്നു അങ്ങനെ സ്പൂൺസ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചട്ടുകം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കടന്നു പോയപ്പം അവിടെ ഒരു സോളാർ പാനൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയപ്പം ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം എനിക്കൊരു പഞ്ചാബി സ്റ്റൈൽ ആ ഒരു ചെരുപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞിട്ട് കുറേ കുർത്ത സെറ്റിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങുന്ന രീതിയിൽ കുറേ പാൻറ്റും, അതായത് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ പോലത്തെ പലാസയും, പിന്നെ പുറത്ത് പോകുമ്പോഴേക്ക് ഇടാൻ പറ്റിയ പോലത്തെ ഒരു ടോപ്പുകളും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറേ കുർത്ത സെറ്റൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഷോപ്പുകളിലുള്ള അതേ പ്രൈസ് തന്നെ ആയിരുന്നു. പക്ഷേ എന്നാൽ ക്വാളിറ്റി ഉള്ളതായിരിക്കാം. പക്ഷെ നമ്മൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് നെക്സ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക കുറേ ബാഗുകളെ ഷോപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ബെൽറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ ബാഗുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഫാൻസി ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് അവനിക്ക് 2-3 ക്ലിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ക്ലിപ്പ് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ക്ലോ ക്ലിപ്പിൻ്റെയൊക്കെ കുറേ വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഫെയറിൽ ഞാനിവിടെ വന്നിട്ടാകുമ്പം ഇതേപോലെ കുറേ വെറൈറ്റീസൊന്നും അങ്ങനെ കാണലുണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം എന്താ പറയുക നല്ല രസമുള്ള കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ലബൂബുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഒരു ഷോപ്പ് എന്ന് പറഞ്ഞത് ഒരു കമ്മലിലൊക്കെ ഷോപ്പായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്ക് അവിടുത്തെ കമ്മലൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞൊരു ആയുർവേദശാല പോലത്തെ എന്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫാൻസി തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയപ്പോൾ ഒരു സ്കൂട്ടറിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടു. അടുത്ത ചെയറിലിരിക്കുന്ന പോലത്തെ ഒരു സ്കൂട്ടർ ഉണ്ടായിട്ടില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തോ ഗെയിമിൻ്റെ അങ്ങനെ എന്തോ ഒരു എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിനായിട്ട് നേരെ ഫുഡിൻ്റെ ആ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു ജ്വല്ലറി അല്ല, ഫാൻസി തന്നെ കമ്മലുകളായിരുന്നു അവിടെ കൂടുതലും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു എന്താ പറയുക ഫുഡ് സെക്ഷനിൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേ ഏരിയയിലേക്ക് എത്തി. പക്ഷേങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു എന്നായിരുന്നു. കാരണം അത്രയ്ക്ക് സ്മെല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഗോസ്റ്റ് ഹൗസിലേക്ക് കയറാമെന്ന് വെച്ചു. ഞാനും ആപ്പിനും അനിയനും അനിയത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഗോസ്റ്റ് ഹൗസിൽ. അവിടെ നിന്ന് നേരെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഗോസ്റ്റ് ഹൗസിൽ കാണാൻ കയറി. ഗോസ്റ്റ് ഹൗസ് മൊത്തം ഇരുടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ള വീഡിയോ എടുത്തതൊന്നും ക്ലിയർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഉള്ളിൽ കയറിയ സമയത്ത് ഒരാൾ പുറത്തുനിന്ന് ഈ കറങ്ങുന്ന വണ്ടിയിൽ കയറിയിട്ട് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് റൈഡൊക്കെ നമ്മൾ കയറിയില്ല, പക്ഷെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്രാവശ്യം അധികം റൈഡിലൊന്നും കയറിയിട്ടില്ല. കാരണം നമ്മളൊരു 10 മണിയായ ഒരു ടൈം ആകുമ്പോഴാണ് വന്നിട്ടുണ്ടായത്. 10 മണി എന്നൊക്കെ പറയാം. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ പുറത്തേക്ക് വന്നു. നമ്മൾ ഫെയറിൻ്റെ പുറത്തേക്ക് വന്നു. ഈ നമ്മൾ ഫെയറിൽ ആദ്യം നമ്മൾ കയറുന്ന എൻട്രൻസാണ് കണ്ടത്. അത് പൂട്ടിയിടിച്ചാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ മലബാർ മേള കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ മരത്തിലൊക്കെ നിറയെ ലൈറ്റ്സൊക്കെ തൂക്കിയിടിച്ചാണ് ഉണ്ടായിരുന്നത്. വെറൈറ്റി കളർ ലൈറ്റ്സ് ആയിട്ട് എനിക്ക് ബ്ലൂ കളർ ലൈറ്റ്സൊക്കെ ഇടിച്ച് അത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മലബാർ മേളയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി തന്നെയായിട്ട് കുറച്ച് ചെടികളതും പിന്നെ പാത്രങ്ങളതൊക്കെ ആയിട്ടുള്ള പാട്ടിയും അങ്ങനെയൊക്കെയുള്ള ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് കുറച്ച് ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക നടക്കുന്ന വഴികളാണ്. കണ്ണൂരൊക്കെ വെച്ചാൽ നടക്കുന്ന വഴികളാണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഉള്ളിലോട്ടേക്ക് കടന്നപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ മലബാർ മേളയുള്ളത്. മേളയിലെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഒരുപാട് ചന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഫാൻസിയും പാത്രക്കടയും ചെരുപ്പ് കട അങ്ങനത്തെ കുറേ ഷോപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫാൻസിയിലൊക്കെ അത്യാവശ്യം കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് പിന്നെ ഫാൻസി അങ്ങനെയൊന്നും വാങ്ങാൻ വേണ്ടി നിന്നിട്ടില്ല. പിന്നെ കുറേ വിത്തുകൾ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങാനും കാണാനൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഗാനമേളയും ഒപ്പം നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഗാനമേളയൊക്കെ കണ്ടു നിന്ന് മഴയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെയും ടാറ്റാ.